الحمد لله رب العالمين. اللهم صل وسلم وبارك وسلم عليه. صل على جميع الأنبياء والمرسلين والعاقبة للمتقين. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റബീഉ വന്നത് മുതൽ നാടും നഗരവും വീടും ഗ്രാമങ്ങളും പള്ളികൾ, മദ്രസകൾ, എല്ലാ സ്ഥലങ്ങളും റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ ഈരടികളെ കൊണ്ട് പ്രകമ്പനം കൊള്ളുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത ഇശ്ഖിന്റെ, പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ ലഹരിയിൽ മാനവന്റെ മനതലങ്ങളിൽ മാറ്റുരച്ച നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബിയോടുള്ള സ്നേഹപ്രകടനമാണ് വിവിധ ഇനങ്ങളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാടാൻ അറിയുന്നവർ പാടുന്നു, പറയാൻ അറിയുന്നവർ പറയുന്നു, പദ്യമായും ഗദ്യമായും എഴുതാൻ അറിയുന്നവർ എഴുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിക്കാൻ അറിയുന്നവർ കഥയിലൂടെ നബി തങ്ങളെ അവതരിപ്പിക്കുന്നു. അവിടുത്തെ ചരിതങ്ങൾ, അവിടുത്തെ സന്തോഷങ്ങൾ, അവിടുത്തെ ജീവിതത്തിന്റെ അനർഘ നിമിഷങ്ങൾ, നബി തങ്ങൾ ഭാര്യമാരോട് പെരുമാറിയത്, മക്കളോട് പെരുമാറിയത്, ഭാര്യമാരോടും മക്കളോടും കുടുംബത്തോടും ഇടപഴകിയത്, നബി തങ്ങൾ നടന്നത്, ഇരുന്നത്, നബി തങ്ങൾ ഭക്ഷണം കഴിച്ചത്, നബി തങ്ങൾ കിടന്നത്, നബി തങ്ങൾ ഉറങ്ങിയത്, അങ്ങനെ സകല നിഖില മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ്, നബി തങ്ങൾ ആരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം. ഇത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണെന്ന് മുഅ്മിനീങ്ങൾക്കറിയാം. ഇന്ന് ഇസ്ലാമിനെയും ആ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് നബിയെയും വക്രീകരിക്കാനും മോശമായി ചിത്രീകരിക്കാനും വെമ്പൽ കൊള്ളുന്ന കാലത്താണ് ഞാനും നിങ്ങളും റബീഉ നബിദിനം ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് നമുക്ക് കടപ്പാടുണ്ട്, സമൂഹത്തോട്, സ്ത്രീകളോട്, രാജ്യത്തിനോട് കടപ്പാടുണ്ട്. എന്താ മുഹമ്മദ് നബി പഠിപ്പിച്ചത്? എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് വരച്ചു കാട്ടിയത് എന്ന് പറയാനും ചിത്രീകരിക്കാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, നോക്കുകൾ, അതുപോലെ തന്നെ നബി തങ്ങളുടെ എല്ലാ ദർശന സ്പർശന വിധേയമായ എല്ലാ സംഭവ ബഹുലമായ ചരിതങ്ങളും ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ഇസ്ലാം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും മാനവികതയുടെയും മതമാണെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ പറ്റുന്ന മാനവികതയുടെ മഹത്തായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്താനും നബി തങ്ങളോട് ആ ജനങ്ങളെ നബി തങ്ങളിലേക്ക് ആകർഷിപ്പിക്കാനും പറ്റിയ ഏറ്റവും സുന്ദരമായ നിമിഷം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് പറയുന്നു, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. 1,24,000 അംബിയാ മുർസലുകൾ ലോകത്ത് വന്നെങ്കിൽ ആ പ്രവാചകന്മാർക്ക് അവസാനം കുറച്ചുകൊണ്ട് നേതാവ് ആരാണ്? സയ്യിദുൽ അവ്വലീൻ വ സയ്യിദുൽ ആഖിരീൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്ത് വരുന്നതും വരാനിരിക്കുന്നതും കണ്ടുപിടിക്കുന്നതും കണ്ടുപിടിക്കാനിരിക്കുന്നതും ലോകത്ത് സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും വരച്ചു കാട്ടിയ നേതാവ്, മുമ്പേ പ്രവചിച്ച നേതാവ്, മുമ്പേ അരുളിയ നേതാവ് അതാരാണെന്നറിയുമോ? നബി മുഹമ്മദ് മുസ്തഫ. ആ നബി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് ഒരു മുസൽമാന്റെ ബാധ്യത, ഒരു മുസൽമാന്റെ കടമ. എന്നാലേ ദുനിയാവ് രക്ഷപ്പെടുള്ളൂ, എന്നാലേ ആഖിറത്തിൽ വിജയമുള്ളൂ. അതുകൊണ്ടല്ലേ പറയുന്നത് ഇത് വികസനത്തിന്റെ ലാസ്റ്റ് ബസ്സാണ്, ഇത് വികസനത്തിന്റെ ലാസ്റ്റ് ബസ്സാണ്, ഇത് മിസ്സാകാൻ പാടില്ല. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു. നബി തങ്ങൾ എന്താണോ കൊണ്ടുവന്നത്, അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നത്, അത് പിടിക്കേക്കണേ. റസൂല് തരുന്നത് വാങ്ങണേ. പരിശുദ്ധ ഖുർആൻ പറയുന്നു വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു. നബി തങ്ങൾ കൊണ്ടുവന്നത് വാങ്ങണം. അവിടെ സംശയത്തിന് അവകാശമില്ല, അവിടെ ലവലേശം ചാഞ്ചാട്ടമില്ല, ചാഞ്ചല്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹ് എന്താണ് തീരുമാനിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, അവിടുന്ന് പറയുന്നു അല്ലാഹ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് പോലും നരകത്തിൽ കടക്കാനേ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, വിളക്കത്ത് വന്ന് വീഴുന്ന വിളക്ക് കത്തിച്ചാൽ, മെഴുകുതിരി കത്തിച്ചാൽ, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചാൽ അതിന്റെ അരികത്ത് പാറ്റുകൾ വന്നിട്ട് ലൈറ്റിലേക്ക് വീഴുന്നു. ആ പാറ്റുകൾ വീഴുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ചില ആളുകൾ ആ പാറ്റയെ തട്ടി മാറ്റാറില്ലേ? ഇതുപോലെ നബി തങ്ങൾ നരകത്തിലേക്ക് പോകുന്ന എന്നെയും നിങ്ങളെയും പിടിച്ചു വെച്ച് പിടിച്ചു മാറ്റുന്നു. അതല്ലേ ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത താല്പര്യമാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ ഹരീസുൻ അലൈക്കും. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പറയുന്നു ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്. ആർക്ക്? നബി തങ്ങൾക്ക്. നിങ്ങൾ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ്. നരകത്തിൽ വന്ന് വീഴാനേ പാടില്ല. ദുനിയാവിലും രക്ഷപ്പെടണം, ആഖിറത്തിലും രക്ഷപ്പെടണം. അതല്ലേ നിങ്ങൾ നോക്ക്, സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയുന്നു 19-ാമത്തെ ആയത്തിൽ പറയുന്നു ഫഅലം അന്നഹു ഫസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു പറയുന്നു, എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഓ നബിയേ, നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അള്ളാഹിനോട് കൽപ്പിക്കുകയാണ്, അള്ളാന്റെ റസൂൽ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പണി എന്താണ്? വെറുതെ ഇരിക്കലല്ല, സ്വന്തം കുടുംബങ്ങളെ ആലോചിക്കലല്ല, മക്കളെ പറ്റി ചിന്തിക്കലല്ല. വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സത്യവിശ്വാസികളായ ആണിനും സത്യവിശ്വാസികളായ പെണ്ണിനും പൊറുക്കലിനെ തേടണമെന്ന് അള്ളാന്റെ കൽപ്പനയാണ്. അതല്ലേ നമ്മൾ പറയുന്നത്? മങ്കോസ് മൗലീദിൽ നമ്മൾ മൗലീദ് ഓതുമ്പോൾ പറയുന്നത് എന്താണ്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത് ലകാശികു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അറ്റമില്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്ത് വന്നിരിക്കുന്ന ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, അല്ലാഹ് എനിക്ക് മാഫാക്കണേ. നബി തങ്ങളെ അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഇതല്ലേ അള്ളാന്റെ റസൂലുള്ളാഹിന്റെ നബി തങ്ങളുടെ ഡ്യൂട്ടി. മുത്തുനബിയുടെ ഡ്യൂട്ടി എന്താണ്? എനിക്ക് പൊറുക്കലിനെ തേടലാണ്, നിങ്ങൾക്ക് പൊറുക്കലിനെ തേടലാണ്, മുഅ്മിനീങ്ങൾക്ക് പൊറുക്കലിനെ തേടലാണ്. അല്ലാഹു
അല്ലാഹു തആല നബിക്ക് കൊടുത്ത പണി രണ്ടെണ്ണമാണ്. ഒന്ന് എന്താണ്? തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോകത്ത് പ്രചരിപ്പിക്കലാണ്. അതെ, ആ തൗഹീദിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നബി തങ്ങൾ ഏർപ്പെട്ടു. 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയതിന് ശേഷം സുബ്ഹാനല്ലാഹ് 23 കൊല്ലം തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം ഇവിടെ കെട്ടിപ്പടുത്തു. നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ പണി എന്താണ്? മാപ്പ് ചോദിക്കലാണ്. ആർക്ക് മാപ്പ് ചോദിക്കലാണ്? റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്ന പണിയാണ്. അല്ലാഹ് കൊടുത്ത പണി രണ്ടെണ്ണം. ഒന്ന് തൗഹീദ് പ്രചരിപ്പിക്കുക, രണ്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക. അതാ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ 19-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, ഫഅലം അന്നഹു ഫസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സുബ്ഹാനല്ലാഹ്, അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഗുണമാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് സന്ദേശമാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് സന്ദേശമാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ടല്ലേ സഹാബത്തെ കിറാം റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ, നബി തങ്ങളെ കാണാതെ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നിങ്ങൾ നോക്ക്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബയുടെ ചാരത്ത് വെച്ച് നബി തങ്ങൾ കൂടെ നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ നെഞ്ചത്ത് ചവിട്ടി ചെരിപ്പ് കൊണ്ട് മുഖത്തടിക്കുന്നു. ആരാണ്? ഉസ്ബത്ത് എന്ന് പറയുന്ന ആളാണ് അടിക്കുന്നത്. മഹാൻ സിദ്ദീഖുൽ അക്ബർ എന്ന് പറയുന്ന മഹാനവരുകളെ ബോധരഹിതനായി വീഴുന്നു. കഅബയുടെ ചാരത്ത് വെച്ചിട്ട് താങ്ങിയെടുത്തു. സഹാബാക്കള് വീട്ടിലെത്തിച്ചു. അല്ലാ 1.5 ദിവസം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ, 1.5 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ അതാ അബൂ ഖുഹാഫയും ഉമ്മുൽ ഖൈറും അതാ സുബ്ഹാനല്ലാഹ് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുന്നു. വാപ്പയും ഉമ്മയും വന്നിട്ട് അബൂ ഖുഹാഫ അതാ ഉമ്മുൽ ഖൈറും വന്നിട്ട് പറയുന്നു, മോനെ സിദ്ദീഖ്, വെള്ളം കുടിക്കണേ. 1.5 ദിവസമായില്ലേ വെള്ളം കുടിച്ചിട്ട്? ഇല്ല. ബോധം തെളിഞ്ഞപ്പോൾ ചോദിക്കുന്നതാരെയാണ്? ഐന റസൂലുള്ളാഹ്, ഐന ഹബീബുള്ളാഹ്. മുത്തുനബി എവിടെ? മുത്തുനബി എവിടെ? കൈഫ റസൂലുള്ളാഹ്. മുത്തുനബിക്ക് എന്താണ് സംഭവിച്ചത്? മുത്തുനബിക്ക് എന്തോ സംഭവിച്ചോ? സുബ്ഹാനല്ലാഹ്, അതാ നിങ്ങൾക്കറിയണോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വിവരം അതാ നബി തങ്ങളുടെ അരികത്തിലേക്ക് എത്തുകയാണ്. നബി തങ്ങളെ സിദ്ദീഖ് തങ്ങളെ അതാ ഇമാമത്തിന് കാണാതായതിന്റെ പേരിൽ അതാ ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളെവിടെ? അവിടെ നിന്ന് പറയുന്നു, വീട്ടിലാണ് നബിയേ, വീട്ടിലാണ് നബിയേ. فإن لله علي ألا أذوق طعاما ولا أشرب شرابا أو آتي رسول الله. എനിക്കൊരു ഭക്ഷണവും വേണ്ട, എനിക്കൊരു വെള്ളവും വേണ്ട, എനിക്കൊരു പിടി ഭക്ഷണവും വേണ്ട. ഞാൻ റസൂലുള്ളാഹിന്റെ അരികത്തെത്തി റസൂലുള്ളാഹിനെ കാണാതെ കുടിക്കുകയില്ലെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉപ്പയും ഉമ്മയും പോയിട്ട് ഫാത്തിമ ബീവിയോട് വിവരം പറയുന്നത്. ഫാത്തിമ ബീവി, ഫാത്തിമ റളിയല്ലാഹു അൻഹ, നിങ്ങളൊന്ന് മുഹമ്മദ് നബിയുടെ അരികത്ത് പോയിട്ട് വിവരങ്ങൾ പറയണം. ആ സമയത്തതാ
സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് തങ്ങളെ നബി തങ്ങളെ വിളിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബിബി പോയിട്ട് സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, ഓ സിദ്ദീഖ് തങ്ങളെ, മുത്തുനബിക്ക് ഒന്നും സംഭവിച്ചില്ല, നിങ്ങളെ മുത്തുനബി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതങ്ങ് കേൾക്കേണ്ട താമസം. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നു, അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആമനൂ കമാ ആമനന്നാസ്, ആമനൂ കമാ ആമനന്നാസ്. സഹാബത്തെ വിശ്വസിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിക്കണം. ഈമാൻ പരിപൂർണമാകണമെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, റസൂലുള്ളാഹിന്റെ വിവരം അറിയാതെ ഭക്ഷണം കഴിച്ചില്ല, റസൂലുള്ളാഹിന്റെ അവസ്ഥ അറിയാതെ വെള്ളം കുടിച്ചില്ല. ഇതല്ലേ സഹാബത്ത് ചെയ്തത്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഗുണമാണ്, നിങ്ങളില്ലാതെ ഒരു സെക്കൻഡും എന്റെ ജീവിതമില്ലെന്ന് പഠിപ്പിച്ച നേതാവ് അതല്ലേ ബുസൂരി ഇമാം തങ്ങൾ പറഞ്ഞത്. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഖൗലിൻ മിനൽ അഖ്വാൽ മുഖ്തഹിമീൻ. ഹബീബോരാം എൻകാരാം നൽകിയിടും രക്ഷക്കായേ ആപത്തിൻ ചുഴികളിൽ വീടിടുന്ന നേരമിൽ. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഖൗലിൻ മിനൽ അഖ്വാലി മുഖ്തഹിമീൻ. ഹബീബോരാം എൻകാരാം നൽകിയിടും രക്ഷക്കായേ ആപത്തിൻ ചുഴികളിൽ വീണിടുന്ന നേരമിൽ. പ്രയാസങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, ഓ ഉമ്മ, ഓ ഉപ്പ, കടമുണ്ടോ, വീട് വേണോ, സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യമുണ്ടോ, ടെൻഷനുണ്ടോ, രോഗം മാറുന്നില്ലേ, എത്ര ഗുളിക കുടിച്ചിട്ടും മെഡിസിൻ കഴിച്ചിട്ടും എത്ര ടെസ്റ്റ് നടത്തിയിട്ടും രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലേ? സ്വലാത്ത് ചൊല്ലിക്കോ. നാരിയത്തു സ്വലാത്ത്, താജു സ്വലാത്ത്, അഅ്ളമു സ്വലാത്ത് ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, രക്ഷക്ക് നബിതങ്ങളെ വിളിക്കലല്ലാതെ, നബിതങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കലല്ലാതെ രക്ഷയില്ല. അശ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരും സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ളവരുമായ നബിതങ്ങളെ വിളിച്ചിട്ട് റബ്ബിനോട് ഒരു കാര്യമങ്ങ് പറഞ്ഞാൽ അല്ല തട്ടൂല, അല്ല മറച്ചു വെക്കൂല, അല്ല മുഖം തിരിക്കൂല. അതുകൊണ്ട് മോമിനെ, കടമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, നബിതങ്ങളെ വിളിച്ച് സഹായം ചോദിച്ചോ, അല്ല അല്ല. വീടിന്റെ പണി തീർത്തിട്ടും തീരുന്നില്ല, സ്വലാത്ത് ചൊല്ലിക്കോ. അല്ല അല്ല. അതേ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മകന് കല്യാണം ശരിയാകുന്നില്ല, മകൾക്ക് കല്യാണം ശരിയാകുന്നില്ല. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി അല്ലാഹുവിനോട് പറഞ്ഞോ, കാര്യങ്ങൾ നടക്കും. കടമുണ്ടോ, സ്വലാത്ത് ചൊല്ലിക്കോ. ഖൈറായ മാർഗത്തിൽ അല്ലാഹു വഴി കാണിച്ചു തരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നബിതങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. നമ്മളെ മക്കൾക്ക് നബിതങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നബിതങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. നബിതങ്ങളുടെ ഉപ്പയുടെ പേര് പഠിപ്പിക്കണം, ഉമ്മയുടെ പേര് പഠിപ്പിക്കണം. അതേ, മൗലിദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി തൈബത്തൽ മദീന. ആ മക്കയെ പറ്റി
പറ്റി അതാ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാ മദീനയെ പറ്റി പറഞ്ഞു കൊടുക്കണം. മുത്തുനബി ജനിച്ചതിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. മുത്തുനബിയുടെ ഉപ്പാന്റെ പേര് കുട്ടികൾക്ക് പഠിപ്പിക്കണം. ഉമ്മാന്റെ പേര് പഠിപ്പിക്കണം. നബി തങ്ങളുടെ ഉപ്പാപ്പാന്റെ പേര് പഠിപ്പിക്കണം. ഉപ്പാപ്പമാരുടെ പേര് പഠിപ്പിക്കണം. നബി തങ്ങളുടെ ഭാര്യമാരുടെ പേര് പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ പഠിക്കണം. ആയിഷത്തും ഹഫ്സത്തും വസൗദാ സഫിയത്തും മൈമൂനത്തും വറംലാ ഹിന്ദും വസൈനബുൻ കദാ ജുബൈരിയ ബിൽമുഅ്മിനീന ഉമ്മഹാത്തുൽ മർളിയ. ആ നബി തങ്ങളെ പേര് കാണാതെ പറയണം, കാണാതെ പഠിക്കണം. അല്ലാ നബി തങ്ങളുടെ ചരിത്രം പഠിക്കാൻ, നബി തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ബുക്ക് വായിക്കാൻ അല്ലാ നമ്മളെ മക്കൾക്ക് അതാ പ്രചോദനം നൽകണം. നബി തങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഉമ്മ നല്ല ബോധമുണ്ടാക്കണം. നബി തങ്ങളിലേക്ക് മക്കളുടെ മനസ്സ് അടുപ്പിക്കണം. അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കൊക്കെയും സന്തോഷം നൽകുമാറാകട്ടെ. യാ അക്റമൽ ഖൽഖി ലിമൻ ലഉ ബിഹി സിവാക ഇൻദ ലിൽ ഹദീസിൽ ആമീമി ബയാനക ദിവസ എത്തിടും വിഷമങ്ങളിൽ ആരെ തോണായ കീടാൽ അങ്ങല്ലാതെ ഞങ്ങളിൽ. ഇമാം ബുസൂരി തങ്ങൾ അതേ ബുർദബൈത്തിന്റെ അവസാനം നബി തങ്ങളെ വിളിച്ചിട്ട് പറയാണ് വല്ലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തജൽ ലാബിസ്മി മുൻതഖിമി റബ്ബനെ പേടിക്കും നാൾ മൗത്തിന്റെ സ്ഥാനം കൊണ്ട് രക്ഷപ്പെട്ടേക്കുമെന്ന് ഞാൻ ആശ വച്ചിടുന്നു. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ നബി തങ്ങളെ സ്നേഹിച്ച്, നബി തങ്ങളെ പ്രണയിച്ച്, നബി തങ്ങളെ പ്രേമിച്ച്, നബി തങ്ങളിൽ മനസ്സും ശരീരവും ലയിപ്പിച്ച് സന്തോഷത്തോടെ സന്മനസ്സോടെ ജീവിക്കുമ്പോ സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ അല്ലാഹു നമുക്കൊക്കെയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സലാത്തിന്റെ മഹത്വം, സലാത്തും മുത്തുനബിയും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. സലാത്ത് ചൊല്ലിയാൽ എന്താണ് നേട്ടം എന്ന വിഷയമായിരിക്കും 3 ദിവസം ചർച്ച ചെയ്യുക. എല്ലാവരും പരിപാടി കേൾക്കുകയും ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹത്തായ പരിപാടിയുടെ സമാപനം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആ ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് കൂട്ടമായിരുന്ന് സാദാത്തുക്കൾ ആലിമീങ്ങളുടെ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സെപ്റ്റംബർ 30, 1, 2 തീയതികളിൽ ഒക്ടോബർ 1, 2 ഒക്ടോബർ 2-ാം തീയതി നടക്കുന്ന കൂട്ടുപ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുകയും ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ സദസ്സിൽ നേരിട്ട് വരികയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഖൈറിന്റെ എല്ലാ വഴികളും നമുക്കൊക്കെ തുറന്നു തരട്ടെ. ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ നല്ലത് മാത്രം ചിന്തിച്ച് നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇവർ അല്ലാഹു തആല ഇവർക്ക് വലിയ നിഅമത്തും ബറക്കത്തും ഒക്കെ ഏറ്റി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഈ മഹത്തായ കമ്മിറ്റിയുടെ കീഴിൽ 100ഓളം ഉസ്താദുമാർക്കും മുതല്ലിമീങ്ങൾക്കും കൂടി ഡ്രസ്സ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ 100-ൽ പരം 100-നേക്കാൾ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു.
അൽഹംദുലില്ലാ അതിനുവേണ്ടി അധ്വാനിച്ചവർ, പാക്ക് ചെയ്തവർ, അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ചവർ, അൽഹംദുലില്ലാ സഹായിച്ചവർ, ആ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തവർ, എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്തും നിഅമത്തും റാഹത്തും സന്തോഷം നൽകട്ടെ. അതൊക്കെയും അർഹപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ബാധ്യതയാണ് ഈ മഹത്തായ കമ്മിറ്റിക്കുള്ളത്. ബഹുമാനപ്പെട്ട അസീസ് മഹദരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പ്രവർത്തകന്മാർ, അൽഹംദുലില്ലാ അഷ്റഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പ്രവർത്തകന്മാർ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പ്രവർത്തകന്മാർ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മൾ സ്വലാത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയുന്നു. എല്ലാവരെയും കേൾക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ഉഷാറായി റസൂലുള്ളാഹിന്റെ ജന്മദിനത്തേക്ക് അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ ഈമാൻ വർദ്ധിക്കുകയും സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് കുളിർക്കുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അർഹമർ റഹീമായ രാജ സയ്യിദായ റബ്ബേ, ഇതുവരെ പറഞ്ഞതും കേട്ടതൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മഹത്തായ പരിപാടി കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബറക്കത്തും നിഅമത്തും റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ ബഗ്ദാദിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ അജ്മീറിൽ എത്തിക്കണേ അല്ലാഹ്. ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അവിടുത്തെ മഹബത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ വിഷയങ്ങളിലും നീ ഫതഹ് നൽകണേ യാ ഫത്താഹ് യാ അല്ലാഹ്. ജോലിയിൽ, കച്ചവടങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രവാസികൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ സാമ്പത്തിക, മാനസിക, കുടുംബപരമായ, ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. دعاء وصية آخر دعوانا الحمد لله رب العالمين. السلام عليكم.